ഹായ് സ്റ്റുഡൻസ്, ഹൂ ഫ്ലൈസ് ദ കൈറ്റ് എന്ന ചാപ്റ്ററാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഹാവ് യു എവർ ട്രൈഡ് ഫ്ലൈ എ കൈറ്റ്? നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും നിങ്ങളൊരു പട്ടം പറത്തിയിട്ടുണ്ടോ? വാട്ട് റിയലി മേക്സ് എ കൈറ്റ് ഫ്ലൈ? എന്താണ് ഒരു പട്ടത്തെ പറത്താൻ സഹായിക്കുന്നത്? ഈസ് ഇറ്റ് ദ വിൻഡ് ഓർ ദ വിങ്സ് ഓർ ദ സ്ട്രിങ് ഓർ ദ പേഴ്സൺ ഹൂ ഫ്ലൈസ് ഇറ്റ്? ഈസ് ഇറ്റ് ദ വിൻഡ്, കാറ്റാണോ? അതോ വിങ്സ്, പട്ടത്തിൻ്റെ ചിറകുകളാണോ? അതോ സ്ട്രിങ്, പട്ടത്തിൽ കെട്ടിയ നൂലാണോ? ഓർ ദ പേഴ്സൺ ഹൂ ഫ്ലൈസ് ഇറ്റ്, അതോ അവർ പട്ടം പിടിച്ചുകൊണ്ട് നടക്കുന്ന ആളാണോ ആ പട്ടത്തെ പറക്കാൻ സഹായിക്കുന്നത്? റീഡ് ദ സ്റ്റോറി ആൻഡ് ഫൈൻഡ് ഔട്ട്. അപ്പോൾ ഈ സ്റ്റോറി വായിച്ചിട്ട് ആ ഒരു കാര്യം കണ്ടെത്താനാണ്. ഹൂ ഫ്ലൈസ് ദ കൈറ്റ്, ആരാണ് പട്ടം പറത്തുന്നത് അല്ലേ? അപ്പോൾ പിക്ചറിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പട്ടം കാണാം. On a pleasant day, the mayor of the town strolled through the park. ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഹാപ്പി ഡേയിൽ ആ ഒരു ടൗണിലെ മേയർ എന്താണ്, പാർക്കിലൂടെ ഇങ്ങനെ സ്ട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ നടക്കുമായിരുന്നു. ഹിസ് ഐസ് വൈഡൻഡ് ആസ് ഹി സോ എ ബോയ് ഫ്ലൈയിങ് എ ബിഗ് കളർഫുൾ കൈറ്റ്. അപ്പോൾ പെട്ടെന്ന് ഒരു ബോയ് ഒരു കളർഫുൾ ആയിട്ടുള്ള ബിഗ് ആയിട്ടുള്ള കൈറ്റ് പറത്തുന്നത് കണ്ടപ്പോൾ ആളെന്താണ് ഒരു കൗതുകത്തോടെ നോക്കുകയാണ്. ദ കൈറ്റ് സോർഡ് ഹൈ ഡാൻസിങ് ഇൻ ദ ബ്രീസ്. ആ ഒരു കൈറ്റ് എങ്ങനെയായിരുന്നു? സോർഡ്, ഉയർന്നിങ്ങനെ പൊങ്ങി പറക്കുമായിരുന്നു. ഡാൻസിങ് ഇൻ ദ ബ്രീസ്, ആ ഒരു ചെറിയ കാറ്റിൽ ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഉയർന്ന് പറന്നു പോവുമായിരുന്നു ആ ഒരു പട്ടം. വൗ, ഹൂ മെയ്ഡ് ദ കൈറ്റ് ഫ്ലൈ സോ ഹൈ? ദ മേയർ വാസ് ക്യൂരിയസ്. അങ്ങനെ ഒരു ക്യൂരിയോസിറ്റിയോടുകൂടി, ഒരു ഇൻട്രസ്റ്റോടുകൂടി അദ്ദേഹം ചോദിക്കുകയാണ്, ആരായിരിക്കും ഈ പട്ടത്തെ ഇത്രയും ഉയരത്തിൽ പറപ്പിക്കുന്നത് എന്ന്. The boy replied with pride, I did, Mr. Mayor. I made the kite myself. I painted it and I fly it. അപ്പോൾ ഇത് കേട്ട ആ കുട്ടി അഭിമാനത്തോടുകൂടെ, പ്രൈഡോടുകൂടി പറയാണ്, ഐ ഡിഡ്, ഞാനാണ് ഈ പട്ടം പറത്തുന്നത്. ഐ മെയ്ഡ് ദ കൈറ്റ് മൈസെൽഫ്, ഞാൻ സ്വന്തമാണ് ഈ പട്ടം ഉണ്ടാക്കിയത്. ഐ പെയിൻറ്റഡ് ഇറ്റ്, ഞാനിതിന് പെയിൻറ്റ് കൊടുത്തു. ആൻഡ് ഐ ഫ്ലൈ ഇറ്റ്, ഞാനാണിപ്പോൾ അത് പറപ്പിക്കുന്നത്. Then the wind whispered softly, no, it's me. I lift the kite high into the sky. Without me it would fall to the ground. അപ്പോൾ ഇതൊക്കെ കേട്ടുന്ന കാറ്റ് പതിയെ, വിസ്പേർഡ് എന്ന് പറഞ്ഞൊരു മന്ത്രിക്കുന്ന പോലെ ഇങ്ങനെ പതിയെ സോഫ്റ്റായിട്ട് പറയുകയാണ്, നോ ഇറ്റ്സ് മീ, ഞാനാണ് പട്ടം പറത്തുന്നത്. ഐ ലിഫ്റ്റ് ദ കൈറ്റ് ഹൈ ഇൻ ടു ദ സ്കൈ, ആകാശത്തിലേക്ക് ഈ പട്ടത്തെ ഉയർത്തുന്നത് ഞാനാണ്. വിതൗട്ട് മീ ഇറ്റ് വുഡ് ഫോൾ ടു ദ ഗ്രൗണ്ട്, ഞാനില്ല എങ്കിൽ ഈ പട്ടം എന്താണ്, താഴേക്ക് ഗ്രൗണ്ടിലേക്ക് വന്ന് വീഴും എന്ന് പറയാണ്. The kite's tail fluttered and said, wait, I keep the kite steady. Without me it would crash and break. ഇതൊക്കെ കേട്ട് ആ ഒരു പട്ടത്തിൻ്റെ വാലുണ്ടല്ലോ ഇങ്ങനെ ഫ്ലട്ടർ ചെയ്തുകൊണ്ട് പറയണം. ഫ്ലട്ടർ പറഞ്ഞാൽ ഇങ്ങനെ ചിറകിട്ടടിക്കുന്നത് പോലെ ആ വാലിങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് പറയാണ്, വെയിറ്റ്, ഞാനും ഉണ്ട്. ഐ കീപ് ദ കൈറ്റ് സ്റ്റഡി, ഞാനാണ് ഈ കൈറ്റിനെ സ്റ്റഡിയാക്കി നിർത്തുന്നത്. വിതൗട്ട് മീ ഇറ്റ് വുഡ് ക്രാഷ് ആൻഡ് ബ്രേക്ക്, ഞാനില്ലെങ്കിൽ അത് പട്ടം പൊട്ടി താഴേക്ക് ചാടുമെന്ന് പറയാണ്. ഇതൊക്കെ കേട്ട ദ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ നൂല്. ദ സ്ട്രിങ് ലുക്ക്ഡ് അറ്റ് എവ്രി വൺ ആൻഡ് സെഡ്, വിതൗട്ട് മീ ഹൗ വിൽ ദ കൈറ്റ് ഫ്ലൈ? ഐ മേക്ക് ഇറ്റ് സോ ഹൈ, ഐ ഗൈഡ് ഇറ്റ് ആസ് ഇറ്റ് മൂവ്സ് ത്രൂ ദ സ്കൈ. അപ്പോൾ ഇതൊക്കെ കേട്ട പട്ടത്തിൻ്റെ നൂല് പറയാണ്, ഞാനില്ലാതെ എങ്ങനെയാണ് ഒരു പട്ടം പറക്കുക? ഐ മേക്ക് ഇറ്റ് സോർ ഹൈ, ആ ഒരു ഉയരത്തിലേക്ക് അതിനെ പൊക്കി കൊണ്ടുപോകുന്നത് ഞാനാണ്. ഐ ഗൈഡ് ഇറ്റ് ആസ് ഇറ്റ് മൂവ്സ് ത്രൂ ദി സ്കൈ, ആകാശത്തിലൂടെ അത് പോകുമ്പോൾ അതിനെ ഗൈഡ് ചെയ്യുന്നത്, അതിനെ നയിക്കുന്നത്, ഏത് ഡയറക്ഷനിൽ പോകണം എന്നൊക്കെ നയിക്കുന്നത് ഞാനാണ് എന്ന് പട്ടത്തിൻ്റെ നൂല് പറയാണ്. ദ മേയർ ലിസൺഡ് കെയർഫുള്ളി ടു എവ്രി വൺ ആൻഡ് ഹി ആസ്ക്ഡ് തോട്ട്ഫുള്ളി, സോ ഹൂ റിയലി ഫ്ലൈസ് ദ കൈറ്റ്? അങ്ങനെ മേയർ ഇതൊക്കെ കേൾക്കുക, ഓരോരുത്തരുടെ അഭിപ്രായങ്ങളും കേട്ട് മേയർ ഒന്ന് ചിന്തിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അങ്ങനെയെങ്കിൽ ശരിക്കും ഈ പട്ടം പറത്തുന്നത് ആരാണ്? ദേ ആൾ പോസ് ടു തിങ്ക്. ഈ ക്വസ്റ്റ്യൻ കേട്ട് ഇവരൊക്കെ എന്താണ് കുറച്ച് നേരം ചിന്തിക്കുകയാണ്. ദെൻ ദ ബോയ് സെഡ് ജെന്റ്ലി, വി ആൾ ഡു ഇറ്റ്, ദ കൈറ്റ് ഫ്ലൈസ് ബിക്കോസ് ഓഫ് അവർ എഫേർട്സ്. അതിനുശേഷം ഈ കുട്ടി പറയാണ്, ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് ചെയ്യുന്നത്, ഞങ്ങളുടെ ഒരുമിച്ചുള്ള എഫേർട്ട് കൊണ്ടാണ് ഈ പട്ടം പറക്കുന്നത്. ഈ ഒരു യൂണിറ്റിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മളൊരു പിക്ചർ കണ്ടുല്ലേ, ഒരു ഡോഗിനെ വെള്ളത്തിൽ നിന്ന് രക്ഷിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് ചേർന്നിട്ടാണ് ഒരു പ്രവൃത്തി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇവരുടെ ഒരു ഒത്തൊരുമയാണ് കാണിക്കുന്നത്. ഇവർ സമ്മതിക്കുകയാണ്, ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്നിട്ടാണ് ഈ പട്ടം പറത്തുന്നതെന്ന്. The wind agreed and the tail nodded too.
അപ്പോൾ ഈ ഒരു കുട്ടി പറഞ്ഞ കാര്യത്തോട് കാറ്റ് എഗ്രി ചെയ്തു, സമ്മതിച്ചു. ടെയിൽ നോഡഡ്, അവർ പട്ടത്തിൻ്റെ വാലിങ്ങനെ ആട്ടി തലയാട്ടി സമ്മതിച്ചു. ദെൻ ദ സ്ട്രിങ് ആൾസോ സ്മൈൽഡ് ആൻഡ് അഗ്രീഡ്, പിന്നെ ആ നൂലും എന്താണ് ചിരിച്ചുകൊണ്ട് സമ്മതിച്ചു. ദ കൈറ്റ് സ്റ്റാർട്ടഡ് ഡാൻസിങ് ഇൻ ദ എയർ, ഇതൊക്കെ കേട്ട് സന്തോഷത്തോടെ ആ പട്ടം ആ ഒരു എയറിൽ വായുവിൽ ഡാൻസ് ചെയ്യാണ്. The mayor smiled warmly. You are right. Together you make the kite fly beautifully. This kite is a symbol of unity. If we work together, we can achieve anything. അപ്പോൾ ഇത് കേട്ട മേയർ സന്തോഷത്തോടെ പറയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ടുഗെദർ യു മേക്ക് ദ കൈറ്റ് ഫ്ലൈ ബ്യൂട്ടിഫുള്ളി. നിങ്ങളെല്ലാവരും ഒരുമിച്ചാണ് ഈ കൈറ്റിനെ മനോഹരമായിട്ട് പറക്കാൻ സഹായിക്കുന്നത്. ദിസ് കൈറ്റ് ഇസ് എ സിമ്പൽ ഓഫ് യൂണിറ്റി. നിങ്ങളുടെ ഇടയിലുള്ള ഒരുമയുടെ ഒരു സിമ്പൽ, അടയാളമാണ് ഈ കൈറ്റ്. ഇഫ് യു വർക്ക് ടുഗെദർ വി കൻ അച്ചീവ് എനിത്തിങ്. നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാം. ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഉണ്ടാവും എപ്പോഴും നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് എന്ന് പറയാണ്. എവ്രി വൺ സ്മൈൽഡ്. ടുഗെദർ വി ഫ്ലൈ ദ കൈറ്റ്, ദേ ഷൗട്ടഡ് ചിയർഫുള്ളി. അങ്ങനെ എല്ലാവരും ചിരിച്ചുകൊണ്ട് ഒരുമിച്ച് ഷൗട്ട് ചെയ്യുക, ഒച്ചത്തിൽ പറയുകയാണ്, ടുഗെദർ വി ഫ്ലൈ ദ കൈറ്റ്, ഞങ്ങൾ ഒരുമിച്ചാണ് ഈ കൈറ്റ് പറത്തുന്നത്. ദ കൈറ്റ് കണ്ടിന്യൂ ടു സോർ ഹൈ ഇൻ ദ സ്കൈ. ഇതൊക്കെ കേട്ട് സന്തോഷത്തോടെ ആ ഒരു ആകാശത്ത് ആ ഒരു പട്ടം ഉയർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്ന മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി കൂടിയായിരുന്നു ഇത്. ഇനി അതിൻ്റെ കുറച്ച് ആക്ടിവിറ്റീസ് നോക്കിയാലോ. Activity 1. Here are the events of the story. Who flies the kite? They are in jumbled manner. Arrange them in the correct order. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിലെ കുറച്ച് ഇവൻറ്റ്സ് ആണ് തന്നത്. ഇതെങ്ങനെയാണ്? ജംബിൾഡ് ആണ് അല്ലേ, ഓർഡർ തെറ്റിക്കിടക്കുകയാണ്. അപ്പോൾ ഇനി കറക്റ്റ് ഓർഡറിലാക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ കൂട്ടത്തിൽ ആദ്യം വരിക ഇ എന്ന് എഴുതിയതാണ്. ദ മേയർ സോ എ ബോയ് ഫ്ലൈയിങ് എ ബ്രൈറ്റ് ആൻഡ് കളർഫുൾ കൈറ്റ് ഇൻ ദ പാർക്ക്. പാർക്കിൽ ഒരു ബോയ് പട്ടം പറത്തുന്നത് കാണുന്ന മേയർ. ദെൻ സെക്കൻഡായിട്ട് വരിക എ ആണ്. ദ ബോയ് സെറ്റ് ഐ മെയ്ഡ് ദിസ് കൈറ്റ് ആൻഡ് ഫ്ലൈ ഇറ്റ്. ആ കുട്ടിയോട് ആരാണ് ഈ പട്ടം പറത്തുന്നത് ചോദിച്ചപ്പോൾ ഞാനാണിത് ഉണ്ടാക്കിയത്, ഞാനാണ് പറത്തുന്നത് എന്ന് പറഞ്ഞു. ദെൻ തേർഡ് വൺ വരിക ഡി ആണ്. ദ വിൻഡ് സോഫ്റ്റ്ലി വിസ്പേർഡ് ഐ ലിഫ്റ്റ് ദ കൈറ്റ് ഹൈ. ആ സംഭാഷണം കേട്ട വിൻഡ് അല്ല ഞാനാണ് പറത്തുന്നത് എന്ന് പറയൂലേ. ദെൻ സി ആണ് വരിക. ദ കൈറ്റ്സ് ടെയിൽ സെറ്റ് ഐ കീപ് ദ കൈറ്റ് സ്റ്റഡി ഇൻ ദ എയർ. ഇത് കേട്ട വാല് സംസാരിച്ചു, ഞാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റായിട്ട് വരുന്ന ഏതാണ്? ദേ ആൾ സ്മൈൽഡ് ആൻഡ് അഗ്രീഡ് ദ കൈറ്റ് ഫ്ലൈസ് ബിക്കോസ് വി വർക്ക് ടുഗെദർ ആസ് ടീം. അവസാനം അവർ സമ്മതിക്കുന്നതാണ്, ഞങ്ങൾ എല്ലാവരും ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഈ കൈറ്റ് പറക്കുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന സ്പേസിൽ സെൻറ്റൻസസ് നിങ്ങൾ എടുത്തെഴുതണം കേട്ടോ. ABCD എഴുതിയാൽ പോരാ, സെൻറ്റൻസസ് തന്നെ എടുത്തെഴുതണം. നെക്സ്റ്റ് ആക്ടിവിറ്റി പിക്ചർ സ്റ്റോറി കാർഡാണ്. നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ ഇതുപോലെ ഒന്ന് ചെയ്തിട്ടുണ്ടല്ലേ, പിക്ചറിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റോറി എഴുതുക. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. സം ഓഫ് ദ ഇവൻറ്റ്സ് ആർ ഗിവൺ. ചില ഇവൻറ്റ്സ് തന്നിട്ടുണ്ട്. റൈറ്റ് ദ ഇവൻറ്റ്സ് ഇൻ ദ ഗിവൺ സ്പേസ് ആൻഡ് ആഡ് പിക്ചേഴ്സ് വെറെവർ നെസസറി. ഗെറ്റ് സ്യൂട്ടബിൾ ടൈറ്റിൽ ആൾസോ. അപ്പോൾ എന്താണ്, ചിലയിടത്ത് പിക്ചർ തന്നിട്ടുണ്ട്, അതിൻ്റെ അടിയിൽ സ്റ്റോറി. അതുപോലെ തന്നെ പിക്ചറില്ലാത്തടത്ത് നിങ്ങൾ പിക്ചറും വരച്ചു കൊടുക്കണം, സ്റ്റോറിക്ക് ടൈറ്റിലും കൊടുക്കണം. അപ്പോൾ ഒരു ടൈറ്റിൽ കൊടുക്കാം, റെനീസ് ഓർച്ചഡ്. ഓർച്ചഡ് എന്ന് പറഞ്ഞാൽ ഒരു ഗാർഡൻ, ഒരു ഫ്രൂട്ട് ഗാർഡൻ പോലെ. റെനി വാസ് ഫോണ്ട് ഓഫ് പ്ലാന്റ്സ്. വൺ ഡേ ഹി ഗോട്ട് എ സാപ്ലിംഗ് ആൻഡ് ഹി ഡിസൈഡഡ് ടു പ്ലാന്റ് ദ സാപ്ലിംഗ് ഇൻ ഹിസ് ഓർച്ചഡ്. അങ്ങനെ ഒരു ദിവസം അവൻ എന്താണ് ഒരു തൈ കിട്ടുകയാണ്. അവന് ഈ ചെടികളോടൊക്കെ വളരെ ഇഷ്ടമാണ് റെനിക്ക്. അപ്പോൾ അവൻ ആ തൈ തൻ്റെ ഗാർഡനിൽ കൊണ്ടുവന്ന് നടാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ അടുത്ത പിക്ചർ നോക്കിയിട്ട് നമുക്ക് എഴുതാം, ഹി ഡഗ് എ സ്മാൾ ഹോൾ ആൻഡ് പ്ലേസ് ദ സാപ്ലിംഗ് ഇൻ ദ ഹോൾ ആൻഡ് കവേർഡ് ഇറ്റ് വിത്ത് സോയിൽ. അവന് ചെറിയൊരു കുഴി കുഴിച്ച് ആ കുഴിയിൽ ആ ഒരു ചെടി നട്ട് കൊടുക്കുകയാണ്. ആ ഒരു സെക്കൻഡ് പിക്ചറിൻ്റെ സ്റ്റോറി അങ്ങനെ എഴുതാം. ദെൻ തേർഡ് പിക്ചറിൽ എന്താണ്, എല്ലാവരും കൂടെ അതിനെ നനച്ച് ടേക്ക് കെയർ ചെയ്യുന്നതാണല്ലേ. എവ്രി ഡേ റെനി കെയിം ടു വാട്ടർ ദ പ്ലാന്റ്. മെനി അനിമൽസ് കെയിം ടു ഹെൽപ്പ് ഹിം. അങ്ങനെ എല്ലാ ദിവസവും അവനെന്താണ് ആ പ്ലാന്റിനെ വാട്ടർ ചെയ്യാൻ, വെള്ളം നനയ്ക്കാൻ വരും. അവൻ്റെ കൂടെ ഒരുപാട് അനിമൽസും അവനെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു. ദെൻ തേർഡ് പിക്ചറിലും എന്താണ്, എല്ലാവരും കൂടെ ആ ഒരു ചെടിയെ പരിപാലിക്കുന്നതാണല്ലേ. ദ സാപ്ലിംഗ് ബിഗാൻ ടു ഗ്രോ. ഓൾ ദ അനിമൽസ് ടു കെയർ ഓഫ് ഇറ്റ് ടുഗെദർ. ആ തൈ വളർന്നു തുടങ്ങുകയാണ്. എല്ലാ അനിമൽസും അതിനെ ഒരുമിച്ച് ടേക്ക് കെയർ ചെയ്തു, ഒരുമിച്ച് നോക്കി പരിപാലിച്ചു. അടുത്ത പിക്ചർ നോക്കൂ. എവ്രി വൺ വാസ് സോ ഹാപ്പി ടു സീ ഇറ്റ്സ് ഗ്രോത്ത്. ആ ഒരു ചെടി വളർന്നു വരുന്നത് കാണാൻ എല്ലാവരും ഒരുപോലെ സന്തോഷിച്ചു, ആ ഒരു വളർച്ച കണ്ട്. ദേ സ്പെൻഡ് ടൈം ടുഗെദർ അണ്ടർ ദ ഷെയ്ഡ് ഓഫ് ദാറ്റ് ഗ്രോയിങ് ട്രീ. ആ ഒരു ഗ്രോയിങ് ട്രീ, വളർന്നുകൊണ്ടിരിക്കുന്ന മരത്തിൻ്റെ അടിയിൽ ഒരുപാട് സമയം അവർ ഒരുമിച്ച് ചിലവഴിക്കുകയാണ്.
ഇനി ഇവിടെ നിങ്ങളൊരു പിക്ചർ വരയ്ക്കാനാണ്. വൺ ഡേ എ മംഗൂസ് കെയിം ദർ ആൻഡ് ഇറ്റ് ബിഗാൻ ടു മേക്ക് എ ബറോ അണ്ടർ ദ ട്രീ. ദ മങ്കി സോ ഇറ്റ് ആൻഡ് ഇൻഫോംഡ് ഹിസ് ഫ്രണ്ട്സ്. അങ്ങനെ ഒരു ദിവസം ഒരു മംഗൂസ് വന്നിട്ട് ആ ചെടിയുടെ അടിയിൽ ഒരു കുഴി ഒഴിക്കുകയാണ്. ഇത് മങ്കി കാണുന്നുണ്ട്, മങ്കി മറ്റുള്ളവരോട് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്ത് പിക്ചറാണ് വരയ്ക്കേണ്ടത്? ഈ ചെടിയെ വരച്ചു കൊടുത്ത് അതിൻ്റെ അടിയിൽ ഒരു കുഴി കുഴിക്കുന്ന മംഗൂസിനെയും ഇത് കാണുന്ന ഒരു മങ്കിയുടെ പിക്ചറാണ് ഇവിടെ വരച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അപ്പം എല്ലാവരും വരച്ച് കളറൊക്കെ ചെയ്ത് ഭംഗിയാക്കണം. ഇനി അടുത്തത് എന്താണ്? ഓൾ ദ അനിമൽസ് ടുഗെദർ ഡ്രോവ് ദ മംഗൂസ് അവേ. എല്ലാ അനിമൽസോടും ഒരുമിച്ച് കൂടി ആ മംഗൂസിനെ ഓടിച്ച് വിടുന്ന പിക്ചറാണ് ഇവിടെ വരയ്ക്കേണ്ടത്. അപ്പോൾ എങ്ങനെ വരയ്ക്കാം? ഒരു മംഗൂസിനെയും അതുപോലെ തന്നെ മറ്റ് അനിമൽസ്, അവനെ ഓടിക്കുന്ന മറ്റ് അനിമൽസിനെയും കൂടെ വരച്ച് കളർ ചെയ്യണം. ദെൻ ലാസ്റ്റ് പിക്ചർ എന്താണ്? എല്ലാവരും ആ ഒരു ഫ്രൂട്ട്സൊക്കെ, ആ ഒരു ചെടിയുടെ ഫ്രൂട്ട്സൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്നതാണല്ലേ. ദ ട്രീ ഗ്രൂ ബിഗർ ആൻഡ് ഗേവ് ഫ്രൂട്ട്സ്. മരം എന്താണ്? വലുതായി, അവർക്ക് പഴങ്ങൾ കൊടുക്കാൻ തുടങ്ങി. എവ്രി വൺ വാസ് ഹാപ്പി ആൻഡ് പ്ലേഡ് അണ്ടർ ദ ട്രീ. എല്ലാവരും എന്താണ്? വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് ആ ഒരു മരത്തിൻ്റെ താഴെയായിട്ട് കളിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പിക്ചർ സ്റ്റോറി കാർഡ് മുഴുവനാക്കാം. ഇനി ഇതിൽ പിക്ചർ വരയ്ക്കേണ്ടടുത്ത് നിങ്ങൾ കളർഫുള്ളായിട്ട് പിക്ചറൊക്കെ വരച്ച് കളറൊക്കെ ചെയ്ത് ഭംഗിയാക്കണം. Kites. Make different kinds of kites using color paper. Write messages about unity and teamwork on them. അപ്പോൾ എൻ്റെ നിങ്ങൾക്ക് രസകരമായിട്ടൊരു ഗ്രൂപ്പൊക്കെ ആയിട്ടിരുന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വർക്കാണ്. ഡിഫറെൻറ്റ് കളർ പേപ്പേഴ്സ് യൂസ് ചെയ്തിട്ട് കൈറ്റ്സ് ഉണ്ടാക്കാനാണ്. ആ കൈറ്റ്സിലൊക്കെ എന്ത് ചെയ്യണം? ഒരു മെസ്സേജസും കൂടി എഴുതുക. ഇതിനെക്കുറിച്ച് ഈ ഒരു യൂണിറ്റി, ഒത്തൊരുമ, അതുപോലെ തന്നെ ടീം വർക്ക്, ഇതിനെക്കുറിച്ച് മെസ്സേജസ് എഴുതിയിട്ട് ആ ഒരു പട്ടം പറത്താനാണ്. എന്നിട്ട് സ്കൂളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഒരു പട്ടം പറത്തുന്ന മത്സരമൊക്കെ ഓർഗനൈസ് ചെയ്യാം. പിന്നീട് അടുത്തതെന്താണ്? ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്. ദ ആൻസ് ആർ മെയ്ഡ് വിത്ത് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്. ലെറ്റ്സ് മേക്ക് അവർ ഓൺ ആൻസ്. അടുത്തത് എന്താണ്? ഉറുമ്പുകൾ ഉണ്ടാക്കാനാണല്ലേ. നമ്മൾ ആൻസിനെ കുറിച്ച് ഒരു പോം പഠിച്ചത് ഓർമ്മയല്ലേ? അതിനെ ബേസ് ചെയ്തിട്ട് ആൻസിനെ ഉണ്ടാക്കുക. എന്തൊക്കെ മെറ്റീരിയൽ കൊണ്ട് ആൻസിനെ ഉണ്ടാക്കുക? അവിടെ കുറേ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ആൻസിനെ ഉണ്ടാക്കിയതിന് ശേഷം എഴുതേണ്ട കാര്യങ്ങളാണ്. ഐ മെയ്ഡ് മൈ ആൻറ്റ് വിത്ത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ആൻസിനെ ഉണ്ടാക്കിയത്? ഇപ്പം ഞാനവിടെ കളർ പേപ്പറിന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ കളർ പേപ്പറാണെങ്കിൽ അത് എഴുതാം. മുത്തുകൾ ഉപയോഗിച്ചായിട്ടാണെങ്കിൽ ബീഡ്സ് എന്ന് എഴുതാം. ഇറ്റ്സ് കളറീസ്. ഏത് കളർ കൊണ്ടാണ് ഉണ്ടാക്കിയത്? ഞാനവിടെ ബ്ലാക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. മൈ ആൻറ്റ് ആസ് 6 legs. എത്ര ലെഗ്സ് ഉണ്ട്? 6 കാലുണ്ട്. പിന്നെ ആൻറ്റിന് ഞാനൊരു പേരിട്ടു. ഐ നെയിംഡ് മൈ ആൻറ്റ്. എന്ത് പേരാണ് നിങ്ങൾ കൊടുത്തതെന്ന് വെച്ച് എഴുതുക. ദെൻ ഐ വുഡ് ലൈക്ക് ടു പ്ലേസ് മൈ ആൻറ്റ് ഇൻ ദ ഡാഷ്. എൻ്റെ ആൻറ്റിനെ ഞാൻ എവിടെ വെക്കാനാണ് ആഗ്രഹിക്കുന്നത്? ഗാർഡനിലാണോ അതോ ഫോറസ്റ്റിലാണോ പ്ലേ ഗ്രൗണ്ടിലാണോ? അങ്ങനെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ കൊടുക്കാം. ഞാൻ അവിടെ ഗാർഡൻ എന്നാണ് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയ ആൻറ്റിനനുസരിച്ചാണ് നിങ്ങളിവിടെ എഴുതേണ്ടത് കേട്ടോ. സോ ഇതോടുകൂടി നമ്മൾ സെക്കൻഡ് യൂണിറ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതിലെ ചാപ്റ്റേഴ്സ്, ആക്ടിവിറ്റീസൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കാം. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. താങ്ക് യു ഓൾ ആൻഡ് കീപ് വാച്ചിങ്.